عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله النبي الأمين وعلى آله وأهل بيته وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم إلى آخر الآية. صدق الله مولانا العلي العظيم. ഉള്ളണം കോട്ടായി ജുമാ മസ്ജിദ് ദർസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന റോഹി ഫിദാക്ക വിദ്യാർത്ഥി ഫെസ്റ്റിൻ്റെ പ്രഥമ ദിവസത്തെ പരിപാടിയുടെ അഭിവന്യരായ അധ്യക്ഷർ ഉസ്താദ് സ്വാദിഖുൽ വാഹിദ് ദാരിമി അവർകളെ, വേദി ധന്യമാക്കിയിട്ടുള്ള അഭിവന്യരായ ഉസ്താദ് മുഹമ്മദ് റാസി ബാക്കിവി അവർകളെ, മഹല്ല് ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കോയ ഹാജി, ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഹാജി, ബഹുമാന്യനായ മുഹമ്മദ് അലി മാസ്റ്റർ, കുഞ്ഞാവ ഹാജി, മൊയ്തീൻകുട്ടി ഹാജി, അലവി ഹാജി, ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി, വേദിക്ക് സ്വാഗതം ആശംസിച്ച അഭിവന്ദനായ ഷുഐബ്, മുസമ്മിൽ പടിക്കൽ തുടങ്ങി ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ പരിപാടി നമ്മുടെ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് ലൈവായിക്കൊണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്ന അഭിനന്ദനായ സുഹൃത്ത് ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ ജിഫ്രി, മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെ, സഹോദര സഹോദരിമാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബനീതിയുടെ പ്രകാശം എന്ന മാറ്ററിൽ ഒരുക്കിയിട്ടുള്ള പരിശുദ്ധമായ റബീഉൽ അവ്വലിനെ നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു വേദിയാണ് നമ്മളുള്ളത്. 3 ദിവസങ്ങളായിക്കൊണ്ട് ഇവിടെ നടക്കുന്ന മഹത്തായ പരിപാടി ഒരുപാട് ആളുകൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ അധ്വാനിച്ചതിൻ്റെ, ശ്രമിച്ചതിൻ്റെ ഫലമായി കൊണ്ടാണ് ഇത്ര വിപുലമായി നമുക്ക് നടത്താൻ സാധ്യമായിട്ടുള്ളത്. അല്ലാഹു തആല എല്ലാവർക്കും 2 വീട്ടിലും നന്മ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി എല്ലാ നിലക്കും സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി പകരം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്ന് കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം അവർക്കും നമുക്കുമൊക്കെ അല്ലാഹു നൽകുമാറാവട്ടെ. ഈ മഹത്തായ പരിപാടി നാം ഉദ്ദേശിച്ചതിനേക്കാൾ വിപുലമായ രീതിയിൽ അല്ലാഹു തആല വിജയിപ്പിച്ച് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, വിശിഷ്യ ഈ പള്ളിയുടെ ഖബർസ്ഥാനുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മളുമായി ബന്ധപ്പെട്ടവരും അല്ലാത്തവരുമായ സഹോദര സഹോദരിമാർ, മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമായ ഒരുപാട് ആളുകൾ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ നടത്തപ്പെടുന്ന മുഴുവൻ നന്മകളുടെയും പുണ്യം അല്ലാഹു അവരുടെ ഖബറിലേക്ക് ഒരു വെളിച്ചമായി എത്തിച്ചു നൽകുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹുവിൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ദയനീയമായ അവസ്ഥയിലാണ് മുസ്ലിം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ സഹോദരങ്ങളായ സഹോദര സഹോദരിമാരുള്ളത്. അല്ലാഹു അവർക്ക് എല്ലാ നിലക്കും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സമാധാനം നൽകുമാറാവട്ടെ, ഈമാനികമായ കരുത്ത് അല്ലാഹു വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ, വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഇതുപോലെയുള്ളതായ വിപുലമായ ഒരുപാട് നബിദിന പരിപാടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചടങ്ങുകളിൽ നമ്മളൊക്കെ സംബന്ധിക്കുകയും അതിൻ്റെ പുണ്യം നേടുവാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്തവരാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന വേദികൾ
ഇന്ന് നമ്മുടെ പ്രദേശത്ത് എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ വിപുലമായ രീതിയിൽ തന്നെ നടക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആ ഒരു വാക്കിനെ നമ്മൾ മാറ്റിവെച്ച് എല്ലാ ഭാഗങ്ങളിലും വളരെ വിപുലമായി കൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുള്ള, സത്യവിശ്വാസികളുള്ള, ഈമാനുള്ള എല്ലാ നാട്ടിലും ഇത്തരത്തിലുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത്തരം പരിപാടികളെ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ വിമർശന ബുദ്ധിയോടുകൂടെ കണ്ടിരുന്ന ആളുകൾ പോലും ഈ ഡിസംബർ മാസത്തെ അഥവാ റബീഉൽ അവ്വൽ മാസത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള വിവിധങ്ങളായ അവിടുത്തെ മദ്ഹ് പറയുന്ന ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അത് നബിദിനം എന്നുള്ള പേര് അങ്ങ് ഒഴിവാക്കി ബാക്കിയൊക്കെ നമ്മൾ നടത്തുന്നത് പോലെയുള്ളതായ വിവിധങ്ങളായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു സാഹചര്യം കൂടെയാണ് ഇന്ന് നാം നിലകൊള്ളുന്ന പ്രത്യേകമായ ഈ സാഹചര്യം. അല്ലാഹു ആ സന്തോഷകരമായ സാഹചര്യം നിത്യമായി നിലനിർത്തി തരുമാറാവട്ടെ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചക പ്രേമികളായ ആളുകൾ ഇതുപോലെ ഒരുമിച്ച് കൂടുകയാണ്. ഇത്തരം വേദികൾ നാം പങ്കെടുക്കുന്നത് അവിടത്തെ കുറിച്ച് പറയുന്ന, അവിടുത്തെ ജീവിത ചര്യകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ള, അവിടുത്തെ ജീവിതത്തെ മനസ്സിലാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശത്തോടു കൂടെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയപ്പെടുന്ന വേദി, അതല്ലെങ്കിൽ അത് പറയുവാനുള്ള അവസരങ്ങൾ എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാനിൻ്റെ, അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പരിശുദ്ധമായ ഖുർആനിൽ സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ സ്വന്തത്തെക്കാൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ, അവരുടെ സ്വന്തം നഫ്സിനേക്കാൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അതല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ടിട്ടുള്ളത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ചുരുക്കം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കാതെ, സ്നേഹിക്കാതെ വിശ്വാസം പോലും സമ്പൂർണ്ണമാവുകയില്ല എന്ന് പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, അദ്ദേഹം നബി തങ്ങളോട് ആത്മാർത്ഥമായി കൊണ്ടുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ വർത്തമാനം പറഞ്ഞ ചരിത്രം, അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല വളരെ കൃത്യമായി അവൻ്റെ കലാമിലൂടെ മുത്തുനബി നമ്മളുമായി, സത്യവിശ്വാസികളുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നതിൻ്റെ ആ വളരെ കൃത്യമായ ആ ഒരു ആശയത്തെ തന്നെയാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ, ഏറ്റവും ഇഷ്ടമുള്ള ആൾ, അത് ഞാനായി തീരുന്നത് വരെ നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ മാതാപിതാക്കളാവട്ടെ, മക്കളാവട്ടെ, മറ്റുള്ള ജനങ്ങളാവട്ടെ, സകല ജനങ്ങളെക്കാളും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, അഥവാ നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് സ്നേഹിക്കുന്ന ആൾ ഞാനാവുന്നത് വരെ നിങ്ങളുടെ വിശ്വാസത്തിന് സമ്പൂർണ്ണതയായിട്ടില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ നാം ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ ആ സ്നേഹത്തിന് വിവിധങ്ങളായ മാനദണ്ഡങ്ങളാണ് നാം പറയാറുള്ളത്, അതല്ലെങ്കിൽ കണക്കാക്കാറുള്ളത്. ആ സ്നേഹത്തിൻ്റെ, ഹുബിൻ്റെ ഏതൊരു മാനദണ്ഡങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ആ മാനദണ്ഡങ്ങൾക്കൊക്കെ അതീതമായി, ആ മാനദണ്ഡങ്ങൾക്കൊക്കെ യോജിക്കാവുന്ന ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായിക്കൊണ്ട് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതിനേക്കാളപ്പുറത്ത് മറ്റൊരു സ്നേഹിക്കപ്പെടേണ്ടുന്ന, അതല്ലെങ്കിൽ കടപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയോ അതല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തെയോ നമുക്ക് കണ്ടെത്തുക എന്നുള്ളത് സാധ്യമല്ല. അതാണ് അള്ളാഹു അവൻ്റെ പരിശുദ്ധമായ കലാമിലൂടെ സത്യവിശ്വാസിക്ക് അവൻ്റെ സ്വന്തത്തെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് നമ്മെ പഠിപ്പിച്ചത്.
നാം പലരെയും സ്നേഹിക്കാൻ വേണ്ടി മാനദണ്ഡമായിക്കൊണ്ട് സ്വീകരിക്കാറുള്ളത് പല സംഗതികളാണ്. അങ്ങനെ സ്നേഹത്തിൻ്റെ ഏതേത് മാനദണ്ഡങ്ങളാവട്ടെ, ഒരാൾ തന്നിൽ നിന്ന് ലഭ്യമായ മറ്റൊരാളിൽ നിന്ന് ലഭ്യമായ സഹായത്തിൻ്റെ, അതല്ലെങ്കിൽ സഹകരണത്തിൻ്റെ, അതല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് ലഭ്യമാവുമെന്ന് പ്രതീക്ഷിക്കുന്ന സഹായത്തിൻ്റെ, സഹകരണത്തിൻ്റെയൊക്കെ മാനദണ്ഡത്തിൽ നാം മറ്റുള്ള പലരെയും അതിരറ്റുകൊണ്ട് സ്നേഹിക്കാറുണ്ട്. അങ്ങനെയുള്ള ആ സഹായമാണ്, സഹകരണമാണ് സ്നേഹത്തിൻ്റെ മാനദണ്ഡമായി കൊണ്ട് നമ്മളൊക്കെ പറയുന്നതെങ്കിൽ, കണക്കാക്കപ്പെടുന്നതെങ്കിൽ, നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ സഹായം, നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്ത് അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നുള്ളതാണ്. ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായി കൊണ്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നതിനേക്കാൾ മറ്റൊരു മഹാസൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാവാനില്ല. ഇനി ഈ സൗഭാഗ്യം കൊണ്ട് തന്നെ പരലോകത്ത് രക്ഷപ്പെടാൻ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട അവസാനത്തെ ആളും, അഥവാ അവസാനത്തെ ആളെപ്പോലും സ്വർഗത്തിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെക്കുമ്പോൾ, ആത്മാർത്ഥമായി കൊണ്ട് നമ്മളെ എല്ലാ നിലക്കും സഹായിക്കുകയും നമ്മെ സ്നേഹിക്കുകയും തൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും വല്ല തെറ്റുകളും ചെയ്താൽ ഇതിൻ്റെ പേരിൽ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആൾ തെറ്റുകാരനായി അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടേണ്ടി വരുമോ എന്നുള്ള പേടി മൂലം വളരെ വേദനിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സുള്ള നമ്മുടെ ആത്മീയ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വലിയൊരു സഹായം ഈ ഭൗതികമായ ലോകത്താവട്ടെ നാളെ പരലോകത്താവട്ടെ നമുക്ക് മറ്റൊരു നിരക്കും ലഭ്യമാവാനില്ല. ഭൗതികമായ ലോകത്ത് നമുക്കാരെങ്കിലും വല്ല സഹായങ്ങളും ചെയ്തെന്നാൽ, ഒരാൾ എന്തെങ്കിലും വല്ല സാമ്പത്തികമായി കൊണ്ടുള്ള വല്ല പ്രയാസങ്ങളും അകപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വല്ല രോഗാതുരമായ അന്തരീക്ഷത്തിനുമൊക്കെ ആകുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും പ്രത്യേകമായി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ സഹായിക്കുന്നവരോട്, സഹകരിക്കുന്നവരോട് നമുക്ക് വല്ലാത്ത ഒരു കടപ്പാടും, പിന്നീട് അവരെ നാം ഏതെല്ലാം രീതിയിൽ പരിഗണിക്കണം ആ രീതിയിലൊക്കെ ആ കടപ്പാട് നിർവഹിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ളൊരു കടപ്പാടിനേക്ക് നാം ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ളത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. ഇനി സ്നേഹത്തിൻ്റെ മറ്റ് ഏത് മാനദണ്ഡങ്ങളാവട്ടെ, സൗന്ദര്യമാണോ സ്നേഹത്തിൻ്റെ മാനദണ്ഡം എങ്കിൽ ആ സൗന്ദര്യത്തിൽ അള്ളാഹുവിൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ കൂടുതൽ സൗന്ദര്യമുള്ള ഒരാളെ ലോകത്ത് അള്ളാഹു തആല പടക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇങ്ങനെ സ്നേഹത്തിന് നാം കണക്കാക്കപ്പെടുന്ന ഏതേത് മാനദണ്ഡങ്ങളും ഏതേത് ഷർത്തുകളും ഉണ്ടാവട്ടെ, അത് മുഴുവൻ കൂട്ടി നോക്കുമ്പോഴും ആ സ്നേഹം മുഴുവൻ നൽകാൻ നാം ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത് അത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. നാളെ പരലോകത്ത് ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഒരു കാര്യവും രക്ഷക്ക് സാധ്യമല്ലാത്ത ഒരു സമയത്ത്, ഒരു ചാണകലത്തിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ അർശിന്റെ തണൽ, ആ അർശിന്റെ തണലിൽ നിന്നും അള്ളാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശഫാഅത്ത് അള്ളാഹു ആ സൗഭാഗ്യരിൽ നമ്മളെയൊക്കെ ചേർക്കുമാറാവട്ടെ. ദാഹിച്ച് വലയുന്ന സമയത്ത് നമുക്ക് ലഭ്യമാവാനുള്ള പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മരുന്നമൂർന്നതുമായ ആ പാനീയം കൗസർ, ഇതൊക്കെ ലഭ്യമാവുന്നത് അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും ആ ആത്മാർത്ഥമായ സ്നേഹത്തിലൂടെ ഇത്തരം സദസ്സുകളെയൊക്കെ ധന്യമാക്കുവാനും അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുവാനുമൊക്കെ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ ആയത് മുതൽ നമ്മളൊക്കെ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ പ്രത്യേകമായി കൊണ്ടുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ മാലകളും മൗലിദുകളും ഒക്കെ ചെല്ലുന്നവരും അതൊക്കെ പാരായണം ചെയ്യുന്നവരുമാണ്. എന്നാൽ റബീഉൽ അവ്വൽ ആകുമ്പോൾ അതിനൊരു പ്രത്യേകമായി കൊണ്ട് ദിവസങ്ങളോളം അഥവാ 30 ദിവസവും നമ്മൾ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് നമ്മുടെ വീടുകളൊക്കെ സഹോദരിമാരുടെയൊക്കെ നേതൃത്വത്തിൽ കുട്ടികളെയും മക്കളെയും ഒക്കെ ഒരുമിച്ചിരുത്തി അത്തരത്തിലുള്ള സദസ്സുകൾ നമ്മളൊക്കെ നടത്തി വരികയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള സദസ്സുകളാണ് ഇന്നലകളിൽ ഇന്നും നമുക്ക് ആത്മീയമായി കൊണ്ടുള്ള വലിയ ഒരുപാട് ഉന്നതി നേടാൻ സാധ്യമായിട്ടുള്ളത്. വലിയ വലിയ ബലാഹുകളും വലിയ പരീക്ഷണവും ഒക്കെ ഈ സമൂഹത്തെ ബാധിച്ചപ്പെടാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലെയുള്ള മഹാരഥന്മാരായ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളും സൂഫിയാക്കളുമായ മഹാരഥന്മാർ ഇത്തരത്തിലുള്ള മാലകളും മൗലിദുകളും ഹദ്ദാദുകളും റാത്തിബുകളും ഒക്കെ നമുക്ക് ഇജാസിയത്തായി കൊണ്ട് നൽകി നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം നമ്മുടെ അഭിനന്ദ നായകർ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളവർകൾ
ഈ ഉമ്മത്തിന് വലിയ പ്രയാസങ്ങൾ, രോഗാതുരമായൊരു അന്തരീക്ഷം, വലിയ ബലാവുകൾ, പെടുന്നനെയുള്ള മരണങ്ങൾ, നമ്മളൊക്കെ പേര് പോലും പറയാൻ മടിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ മാരകമായ അസുഖങ്ങൾ, അപകടങ്ങൾ, ഇതൊക്കെ വർദ്ധിച്ച സാഹചര്യങ്ങളിലാണ് നമുക്കൊക്കെ വളരെ മനോഹരമായ ബദരിയത്തുൽ മങ്കൂസിയെ വളരെ കൃത്യമായി നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന രൂപത്തിൽ, അസ്ഹാബുൽ ബദറിനെ അനുസ്മരിക്കുന്ന രൂപത്തിൽ, അസ്ഹാബുൽ ബദറിനെ എല്ലാ നിലക്കും അവരുടെ ഉന്നതിയെ ഉയർത്തിക്കാണിക്കുന്ന രൂപത്തിൽ മജ്‌ലിസുന്നൂർ എന്ന പേരിൽ നമുക്ക് ഒരു വലിയ ദീനിയായ ആത്മീയമായി കൊണ്ടുള്ള ഒരു മഹാസംരംഭത്തെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നത്. കാലാകാലങ്ങളിലായി നമുക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന ഇത്തരം മഹാരഥന്മാർ ഇത്തരത്തിലുള്ള ഒരുപാട് നന്മകൾ, ആത്മീയ വേദികൾ നമുക്ക് ഇജാസിയത്തായി കൊണ്ട് നൽകിയിട്ടുണ്ട്. ഇന്നലകളിൽ വലിയ വലിയ പ്രയാസങ്ങളൊക്കെ നേരിട്ടപ്പോൾ അത്തരം വേദികളാണ്. പ്ലാഗും മസൂരിയും വലിയ വലിയ രോഗങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ ഇത്തരം മഹത്തായ സദസ്സുകളിലൂടെയാണ് അത്തരം എല്ലാ കാര്യങ്ങളെയും നമുക്ക് പ്രതിരോധിക്കാൻ സാധ്യമായിട്ടുള്ളത്. സഹോദരിമാരൊക്കെ വീടുകൾ വെച്ചുകൊണ്ട് കൃത്യമായി കൊണ്ട് മാലകളും മൗലിദുകളും ഒക്കെ ചൊല്ലിയിരുന്ന ഒരു നല്ല അന്തരീക്ഷം, പ്രസവ വേദനയുണ്ടാകുമ്പോൾ നഫീസത്ത് മാല ചൊല്ലിക്കൊണ്ട് വേദനയറിയാതെ പ്രസവിച്ചിരുന്ന ഏറ്റവും സുന്ദരമായ സന്ദർഭങ്ങൾ. പക്ഷേ പലപ്പോഴും നമ്മളൊക്കെ സംശയിച്ചു പോവുകയാണ്. ഇന്ന് അതിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന അതിൽ നിന്ന് ഒരു ചെറിയ മാറ്റ്, ഒരു ഈമാൻ നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളത് നാം ഒക്കെ സംശയിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, നാം ഈ സംഗതികളൊക്കെ, മാലകളും മൗലിദുകളും റാത്തിബുകളുമൊക്കെ വരുന്ന തലമുറക്ക് നാം കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഇന്ന് നിലനിൽക്കുന്ന ഉമ്മമാർ, സഹോദരന്മാർ, സഹോദരിമാർ, ഇത് നമ്മുടെ മക്കൾക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് ഇന്ന് നാം കൃത്യമായി കൈമാറ്റം ചെയ്യുമ്പോഴാണ്, അവർക്കത് പരിചയപ്പെടുത്തുമ്പോഴാണ് അടുത്ത തലമുറക്ക് അവർക്കത് പരിചയപ്പെടുത്താൻ കഴിയുക, അവരുടെ മക്കൾക്ക് അത് പരിചയപ്പെടുത്താൻ കഴിയുക. അങ്ങനെ അവരുടെ മക്കൾക്ക് പരിചയപ്പെടുത്താൻ കഴിയുക. ഈ സമയത്ത് നമ്മൾ അതിന് നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തിയില്ല എങ്കിൽ വരും തലമുറക്ക് ഇതൊക്കെ അന്യമായും എന്ന് നമ്മളൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ആത്മീയമായി കൊണ്ടുള്ള പുരോഗതിയുടെ ഏറ്റവും വലിയ നിദാനമാണ് ഇത്തരത്തിലുള്ള ആത്മീയ വേദികളും മാലകളും മൗലിദുകളുമൊക്കെ എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി അത്തരം കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്ന സദസ്സുകൾ നമ്മളൊക്കെ വളരെ കൃത്യമായി പങ്കെടുക്കുകയും നമ്മുടെയൊക്കെ വീടുകളിൽ അത്തരം ആത്മീയ വേദികളെ എന്നും നിരന്തരം അനവരതം നടത്തുവാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് വീടുകളിൽ സഹോദരിമാരൊക്കെ ഹദ്ദാദ് റാത്തീബും അതുപോലെ തന്നെ മാലകളും മൗലിദുകളും ഒക്കെ പാടുകയും പറയുകയും അത് നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തി അവർക്കത് ശീലിപ്പിക്കുകയും ചെയ്യുന്നൊരു നല്ല അന്തരീക്ഷം വളർന്നു വരണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന സദസ്സുകൾ നമ്മുടെ വീടുകളിലൊക്കെ റബീഉൽ അവ്വലിന്റെ ആദ്യ ദിവസം മുതൽ എന്നും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വലിയ വലിയ വേദികൾ നമ്മളൊക്കെ ഈ റബീഉൽ അവ്വലിന്റെ തുടക്കത്തിൽ നമ്മളൊക്കെ വലിയ പേടിയിലായിരുന്നു. കാരണം നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന വല്ലാത്ത ഒരു സാമ്പത്തികമായി കൊണ്ടുള്ള പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയുടെ കാരണം കൊണ്ട് നമ്മുടെ നബിദിനമൊക്കെ ഏതൊരർത്ഥത്തിലാവും എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് നമ്മുടെ പരിപാടികളൊക്കെ പല സ്ഥലങ്ങളിലും വെട്ടിക്കുറച്ച സാഹചര്യം പോലുമുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവതാരങ്ങളെ ഉയർത്തുക, അവിടുത്തെ സ്മരണയെ ഉയർത്തുക എന്നുള്ളത് അള്ളാഹു ഏറ്റെടുക്കപ്പെട്ട കാര്യമാണ്. നേരത്തെ ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ സാധാരണ പാരായണം ചെയ്യുന്ന ചെറിയ സൂറത്താകുന്ന സൂറത്തു ശറഹിൽ അള്ളാഹു വളരെ കൃത്യമായി പറയുന്നു, വറഫഇനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ സ്മരണ നാം ഉയർത്തും എന്നല്ല, അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അത് നമ്മൾ നിർവഹിക്കപ്പെടുന്ന നമ്മുടെ ഓരോരോ ഇബാദത്തുകളുടെയും സമ്പൂർണ്ണതക്ക് പോലും അത് അനിവാര്യമാണ്. ഓരോന്നും, നിസ്കാരമാവട്ടെ, നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ തിരുനബിയെ പറയാതെ നിസ്കാരം സമ്പൂർണ്ണമല്ല. നിസ്കാരത്തിലേക്ക് വിളിക്കുന്ന ബാങ്കാവട്ടെ, അതിൽ മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ലാതെ അത് സമ്പൂർണ്ണമല്ല. വെള്ളിയാഴ്ചയുടെ ഖുത്ബയാവട്ടെ, മറ്റുള്ള ഖുത്ബകളാവട്ടെ, അള്ളാഹുവിന്റെ തിരുനബിയുടെ പേര് പരാമർശിക്കാതെ അതൊന്നും സമ്പൂർണ്ണമല്ല. ഇങ്ങനെ തുടങ്ങി മുസ്ലിം ലോകത്തിന്റെ ഇബാദത്തുകൾ എന്തിനധികം വളരെ കൃത്യമായി ഒരാൾക്ക് സത്യവിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ, ഒരാൾക്ക് വിശ്വാസിയാവണമെങ്കിൽ അവൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂടെ വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ചേർക്കാതെ സാധ്യമല്ല എന്നുള്ള വളരെ കൃത്യമായ ഒരു ബോധ്യമാണ് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുനബിയുടെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് അള്ളാഹു ചെയ്യുന്ന കാര്യമാണ്. നേരത്തെ ഇവിടെ ആയത്തോതി ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും അവൻ്റെ മാലാക്കമാരും ചെയ്യുന്ന ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തെ സത്യവിശ്വാസിയോട് അള്ളാഹുവിന് നോമ്പില്ല, നിസ്കാരമില്ല, സക്കാത്തില്ല, ഹജ്ജില്ല,
റമദാനിലെ നോമ്പില്ല, ഒന്നുമില്ല. എന്നാൽ അള്ളാഹു ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്, അത് സത്യവിശ്വാസിക്ക് ചെയ്യാൻ സാധ്യമാകുന്നത് അള്ളാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. ആ ചടങ്ങാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അത് ഏതെങ്കിലും ചെറിയ ബുദ്ധികളെ കൊണ്ട് ആലോചിച്ച് അതങ്ങനെ പാടുണ്ടോ എന്ന് ആലോചിക്കുന്നവർക്ക് പോലും ഈ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ അതിന് ഉത്തരം നൽകുന്നുണ്ട്. ഇത്ര വലിയ സാമ്പത്തികമായ പ്രതിസന്ധി ഇവിടെ നടക്കുമ്പോൾ പോലും ആലോചിച്ചു നോക്കൂ. നമ്മളൊക്കെ വളരെ വിപുലമായ രീതിയിൽ, ഇവിടെ സാധാരണ നടത്തുന്നതിനേക്കാൾ വളരെ വിപുലമായ രീതിയിൽ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും എന്ന് വേണ്ട നാട്ടിലുള്ള ആളുകൾ മുഴുവൻ ഒരുമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നബിദിന വേദികൾ ഓരോ ദിവസവും വിവിധങ്ങളായ ഗ്രാമാന്തരങ്ങളിൽ ഇത്തരം പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ തിരുനബിയുടെ സ്മരണ, അവിടുത്തെ അപദാനങ്ങൾ ഉയർത്താൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചതാണ്. അതാര് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അത് സാധ്യമാവുന്നതല്ല. പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ മാറ്റ് ഒരംശമെങ്കിലും കുറയണമെങ്കിൽ ഈ വർഷം കുറയണമായിരുന്നു. പക്ഷേ അള്ളാഹു തആല ഏറ്റെടുക്കപ്പെട്ട ദൗത്യം അള്ളാഹു അവൻ തീരുമാനിച്ച ആളുകളെ കൊണ്ട് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മെ അക്കൂട്ടത്തിൽപ്പെടുത്തിക്കൊണ്ട് സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വേദികളൊക്കെ നമ്മൾ ധന്യമാക്കുകയും അള്ളാഹുവിൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തപ്പെടുന്നതോടൊപ്പം അവിടുത്തെ തിരുചര്യ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്ന വിഷയത്തിൽ നമ്മളൊക്കെ സജീവമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേവലം ഒരു മദ്ഹ് പറയലിൽ മാത്രം, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേദികളിൽ മാത്രം ഒതുങ്ങരുത്. പരിശുദ്ധമായ ഈ റബീഉ നമുക്ക് അവിടുത്തെ തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ, എമ്പാടും മാതൃക സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കിറാം അത്തരത്തിലുള്ള വലിയ മഹത്തായ പാഠങ്ങൾ, തിരുനബിയുടെ ജീവിത ദർശനങ്ങളെ ജീവിതത്തിലേക്ക് എമ്പാടും സ്വീകരിച്ചവരായിരുന്നു. എന്തിനധികം മുത്തബയ്യിസ്നാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാരൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്യുന്നുവോ അത് നോക്കി നടക്കുന്നവരായിരുന്നു. അത്തരത്തിലുള്ള ഒരു ശീലം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അവിടെ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട പരിശുദ്ധമായ ദീനിന്റെ ചര്യകൾ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന ആ ഇബാദത്തുകളെ തന്നെ, നല്ല കർമ്മങ്ങളെ തന്നെ നിയ്യത്ത് നന്നാക്കിയാൽ നമുക്കത് ശീലിപ്പിച്ചെടുക്കാൻ സാധ്യമാകും. നമ്മളൊക്കെ ഒരുപാട് സുന്നത്തുകൾ ദിവസവും നിർവഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നിയ്യത്തില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അത് രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യമായി കൊണ്ട് ഹംദ് ചെയ്തുകൊണ്ട് ഉണരുന്നത്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് തിരുനബിയുടെ സുന്നത്താണ്. നിയ്യത്ത് നന്നാക്കിയാൽ സുന്നത്തിന്റെ പ്രതിഫലമാണ്. പിന്നീട് നമ്മളൊക്കെ സാധാരണ പൊതുവെ നമ്മൾ ചെയ്യാറുള്ളത് ബാത്റൂമിലേക്ക് പോവാറാണ്, തണ്ടാസിലേക്ക് പോവാറാണ് ചെയ്യാറുള്ളത്. നമ്മളൊക്കെ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇടത് കാല് വെച്ചുകൊണ്ടാണ് പ്രവേശിക്കേണ്ടത്. അവിടെ നിന്ന് പുറത്ത് വരുമ്പോൾ വലത്തേ കാലാണ് വെക്കേണ്ടത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത്തേ കാല് വെച്ച് പുറത്തിറങ്ങി വലത്തേ കാലിലെ ചെരിപ്പാണ് ആദ്യം ധരിക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോരോ ഹറക്കാത്ത സക്കനാത്ത്, എന്തിനധികം ഒരാൾ വസ്ത്രം ധരിക്കുമ്പോൾ അവൻ ഏത് അവയവത്തെയാണ് ആദ്യം പ്രവേശിപ്പിക്കേണ്ടത് എന്നും അത് സുന്നത്തായ രൂപമാണെന്നും, നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകൾ പോലെ നഖം പോലെയുള്ളതായ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുമ്പോൾ അതിൽ പോലും വളരെ സൂക്ഷ്മമായ സുന്നത്ത് നിർദ്ദേശിക്കപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധ്യമാവേണ്ടതുണ്ട്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങൾ, അവർ വീടടിച്ചു വാരുകയാണെങ്കിലും വീട്ടിലുള്ള ഭർത്താക്കന്മാർക്കും മക്കൾക്കും ഒക്കെ ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ പോലും നിയ്യത്ത് നന്നാക്കിയാൽ ഇതെന്റെ ഭർത്താവിനെ സേവിക്കാൻ വേണ്ടിയാണ്, എൻ്റെ മക്കൾക്ക്, അവർ മതം പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ, മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് പഠനം സുഖകരമാവാൻ വേണ്ടി ഞാൻ അവർക്ക് ഭക്ഷണം പാകം ചെയ്യുകയാണ് എന്നുള്ള നല്ല നിയ്യത്തോടുകൂടെ തൻ്റെ ഭർത്താവിന് വേണ്ടി സേവനം ചെയ്യുമ്പോൾ ഇതെൻ്റെ ബാധ്യതയാണ്, ഞാൻ ചെയ്യുന്ന സേവനമാണ്. വീടടിച്ചു വാരുമ്പോൾ, വൃത്തിയാക്കുമ്പോൾ അള്ളാഹു വൃത്തിയെ ഇഷ്ടപ്പെടുന്നവനാണ്, ആ വൃത്തിക്കാണ് ഞാൻ കാരണമാവുന്നത് എല്ലാം നല്ല നിയ്യത്തോടു കൂടെയാകുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന എല്ലാ അഅ്മാലുകളെയും നമുക്ക് ഇബാദത്തും സുന്നത്തുമായ അമലായി മാറ്റാൻ സാധ്യമാവുകയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലിക്കപ്പെടേണ്ടുന്ന മര്യാദകളുണ്ട്, പുറത്തിറങ്ങുമ്പോൾ പാലിക്കപ്പെടേണ്ടുന്ന മര്യാദകളുണ്ട്, ജോലിക്ക് പോകുമ്പോൾ പാലിക്കപ്പെടേണ്ടുന്ന മര്യാദകളുണ്ട്. അള്ളാഹുവിൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജോലിക്ക് പോകൽ പോലും വളരെ പുണ്യമാക്കപ്പെട്ട ഇബാദത്താണെന്ന് പഠിപ്പിച്ച വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മാതൃകയാണ് നാം സ്വീകരിക്കേണ്ടത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേള സുബഹിക്ക് ശേഷം പ്രഭാതത്തിൽ തൻ്റെ അനുചരന്മാരെ കൂട്ടിയിരുത്തിക്കൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുകൂടെ ഒരു സഹോദരൻ നടന്നു പോകുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മഴുവുണ്ട്. സ്വഹാബത്ത് ആ മനുഷ്യനെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ആ മനുഷ്യൻ അദ്ദേഹം പോകുന്നതിന് പകരം, ആ മഴുവുമായി പോകുന്നതിന് പകരം ഈ സദസ്സിൽ വന്നിരുന്നെങ്കിൽ അദ്ദേഹം സ്വർഗത്തിന്റെ തോപ്പിലല്ലേ ഒരുമിച്ച് കൂടുക, അദ്ദേഹത്തിന് ഇതെത്ര പുണ്യമാണ്
എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു, സ്വഹാബത്തെ, അയാൾ തൻ്റെ മാതാപിതാക്കളെ, തൻ്റെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി ഹലാലായ ജോലി ഉദ്ദേശിച്ചുകൊണ്ടാണോ അദ്ദേഹം പുറപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിനിക്ക് അത് വലിയ കൂലിയുള്ള കാര്യമാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന ആ സമയം മുഴുവൻ അത് ഇബാദത്താണെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇങ്ങനെ നാം ചെയ്യുന്ന ഏതേത് അമലും പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. വജഅൽനന്നഹാറ മആശ, പകലിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ജീവിതോപാധി കണ്ടെത്താനുള്ള മാർഗമായി കൊണ്ടാണ് പകലിനെ സംവിധാനിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഏതേത് പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാലും നമുക്കത് ഇബാദത്തായി മാറ്റാൻ കഴിയും. അത്തരത്തിൽ സുന്നത്തായ അമലുകൾ ധാരാളം ചെയ്യുന്ന നിസ്കാരം, റവാത്തിബ് സുന്നത്ത്, സ്വലാത്തുൽ ദുഹ, സ്വലാത്തുൽ വിത്ർ, സ്വലാത്തു തഹജ്ജുദ്, ഇതൊക്കെ ശീലമാക്കി ഒരുപാട് സുന്നത്തുകൾ ചെയ്യുന്ന, ഒരുപാട് സുന്നത്തുകൾ ശീലിക്കുന്ന റബി ആയിക്കൊണ്ട് നമുക്ക് ഈ റബീഉൽ അവ്വലിനെ മാറ്റാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് നമുക്കറിയാം, ഇത്രമേ വിപുലമായ രീതിയിൽ നമ്മുടെ ദർസിലെ കുട്ടികൾ ഒരുക്കിയിട്ടുള്ള മഹത്തായ വേദി, ഇത്ര വിപുലമായ രീതിയിൽ ഈ ഒരു സംവിധാനം ഇവിടെ ഒരുക്കുവാൻ വേണ്ടി അവർക്ക് പ്രചോദനം നൽകിയിട്ടുള്ള അഭിയന്തനായ ഗുരുനാഥന്മാർ, നമ്മുടെ നാടിൻ്റെ ഇസ്സത്താണ് ദർസ് എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഒരുപാട് വർഷങ്ങളായിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ തുടർന്നു പോകുന്ന ആ മഹത്തായ സംരംഭത്തെ നമ്മളൊക്കെ നെഞ്ചേറ്റിയവരാണ്. നമ്മുടെ നാടിൻ്റെ ആത്മീയമായ പ്രഭ എന്നുള്ളത്, ഏതൊരു നാടിൻ്റെയും ആത്മീയമായ പ്രഭ എന്നുള്ളത് ആ നാട്ടിലുള്ള മുതഅല്ലിമീങ്ങളും ആ നാട്ടിലുള്ള മുഅല്ലിമീങ്ങളും ദീനിൻ്റെ ആളുകളും ആ ദീനിയായ കാര്യങ്ങൾക്ക് സഹകരിക്കുന്ന ആളുകളുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ ഒരു മഹത്തായ ഇസ്സത്ത്, ഈ ഒരു മഹത്തായ സംരംഭം, ഈ ഒരു മഹത്തായ ദർസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല അന്തരീക്ഷം നമ്മളൊക്കെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുവാനും വളരെ കൃത്യമായി കൊണ്ട് ഈ സംരംഭത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. വളരെ വിപുലമായ രീതിയിലാണ് ഈ പരിപാടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ദർസ് നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഇസ്സത്തായിക്കൊണ്ട്, വലിയ നമ്മുടെ നാടിന് എല്ലാ നിലക്കും ആത്മീയമായി കൊണ്ടുള്ള, എല്ലാ സമയത്തും നമുക്ക് അറിവ് നേടാൻ സാധ്യമാവുന്ന, അത് പുറത്തു നിന്നുള്ളവർ എന്ന് മാത്രമല്ല നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുട്ടികൾ, സ്വദേശികളായ കുട്ടികൾ തന്നെ ദർസിൽ പഠിച്ചുകൊണ്ട്, യഥാർത്ഥത്തിൽ ദർസ് എന്നുള്ളത് മുൻഗാമികളായ ആളുകളൊക്കെ സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് അത്തരം ഒരു കാര്യങ്ങൾക്ക് കൂടെയാണ്. വിദേശികളായ കുട്ടികൾക്കപ്പുറത്ത് നാട്ടിലുള്ള സ്വദേശികൾക്ക് കൂടുതൽ പഠനം നടത്തുവാൻ, അവർക്ക് കൂടുതൽ അറിവുകൾ നേടുവാൻ, അതുപോലെ തന്നെ നാട്ടുകാർക്കും വയോജനങ്ങൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ സംരംഭങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അതെല്ലാ നിലക്കും നിലനിർത്തിക്കൊണ്ടു പോവേണ്ടവരും പ്രോത്സാഹിപ്പിക്കേണ്ടവരും അതിനുവേണ്ട എല്ലാ നിലക്കുമുള്ള സഹായങ്ങൾ ചെയ്യേണ്ടവരുമൊക്കെ നാട്ടുകാരായ നമ്മളാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ ദീനീപരമായി കൊണ്ടുള്ള ഒരു പ്രഭയെ നിലനിർത്തിക്കൊണ്ടുപോകുവാനും അതിന് എല്ലാ നിലക്കും സഹകരിക്കുവാനും ഇതുപോലെയുള്ളതായ വിപുലമായ പരിപാടികൾ ഒരുക്കുന്നതിനുമൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളുമൊക്കെ അവർക്കുണ്ടാവേണ്ടതുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് അവർക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താനുള്ള ഒരു പ്രചോദനമൊക്കെ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി ദീനിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്നും സഹകരിച്ചതുപോലെ ഇനിയും നമ്മുടെ എല്ലാ നിലക്കുമുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി, അല്ലാഹു തആല നാം ഈ ഒരുമിച്ച് കൂടിയത് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി കൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് രോഗികൾ, വളരെ പ്രയാസപ്പെടുന്ന രോഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് രോഗികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മുടെ ഒരുപാട് പ്രവർത്തകർ, ശാഖാതലം തൊട്ട് സംസ്ഥാനതലം വരെയുള്ള ഒരുപാട് പ്രവർത്തകർ, അള്ളാഹു എല്ലാവർക്കും ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട ഗുരുവര്യന്മാർ, ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, അഭിനന്ദനായ നമ്മുടെ നേതൃത്വം ബഹുമാനപ്പെട്ട കൊട്ടുമല ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ രോഗത്തിലാണ്. അള്ളാഹു അവരുടെ എല്ലാ നിലക്കുമുള്ള അസുഖം പൂർണ്ണമായി കൊണ്ടും ഭേദപ്പെടുത്തി ഈ സമൂഹത്തിനേക്ക് ഇസ്സത്തോടുകൂടെ നേതൃത്വം നൽകാനുമുള്ള കഴിവും തൗഫീഖും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ നേതാക്കന്മാർ, അഭിനന്ദനായ നമ്മുടെ സമസ്തയുടെ അഭിനന്ദനായ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ എ പി ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ അടുത്ത കാലത്തായിക്കൊണ്ട് നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. അള്ളാഹു മഹാരഥന്മാരുടെ പരലോക ദരജ ഉയർത്തി നൽകുമാറാവട്ടെ. അവരോടൊപ്പം എൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തും മറവിട്ട് കിടക്കുന്നവർ അള്ളാഹുയുടെ കബറിടം വിശാലമാക്കി പ്രകാശം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ നടത്തപ്പെടുന്ന മുഴുവൻ നന്മകളുടെയും പുണ്യം അള്ളാഹുയുടെ കബറിലേക്ക് വെളിച്ചമായി എത്തിച്ചു നൽകുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മ്യാൻമർ സേനയാൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വളരെ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വളരെ കിരാതമായ രീതിയിലുള്ള അക്രമങ്ങളുമൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിഷമകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അല്ലാഹു തആല അവർക്കെല്ലാ നിലക്കും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ഈമാനികമായ കരുത്ത് നൽകുമാറാവട്ടെ, സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം ലോകത്ത് അല്ലാഹു ഒരുമയും ഐക്യവും ഇസ്സത്തുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നിലക്കും അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുന്നവരും അത് കേൾക്കുന്നവരിലും അവിടുത്തെ തിരുചര്യ ജീവിതത്തിൽ പകർത്തി മുമ്പോട്ട് പോകുന്നവരും അല്ലാഹു നമ്മെ അവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗ്ഗം നൽകി സൗഭാഗ്യമായി നൽകി അനുഗ്രഹിക്കുന്നവരിൽ അല്ലാഹു നമ്മെ അവരെയും ചേർക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ ഖുർആനിക വചനം കൊണ്ട് ഈ മഹത്തായ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.